Hi friends, Tips or Happy Life എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു പൊട്ടറ്റോ മസാല കറിയാണ്. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ പൊട്ടറ്റോ അഥവാ ഉരുളക്കിഴങ്ങ്. ഇത് ഞാൻ ഇവിടെ ഒരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി വലുതല്ല എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവാള ഞാൻ എടുത്തിരിക്കുന്നത് 1.5 സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക്. ഞാനിവിടെ 2 വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചെറുതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ. കൂടുതൽ മുളക് പൊടി ചേർക്കുന്നില്ല, നമ്മൾ പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ നമുക്ക് താളിക്കാനായിട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, ജീരകം, അതേപോലെ തന്നെ കറിവേപ്പില, വെളിച്ചെണ്ണ, പിന്നെ നമുക്ക് ഉപ്പ്. ഇത്രയുമാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അതുപോലെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വെളുത്തുള്ളി ഞാനിവിടെ എടുത്തിരിക്കുന്നതും ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ വെളുത്തുള്ളി കുറച്ചൊക്കെ പൊളിച്ചൊക്കെ നമ്മളെടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ കറികളിലൊക്കെ നമുക്ക് ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ളൂ. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രാവിലെയൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നൊരു കറിയാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ആദ്യമായിട്ട് ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്നാണ്. എൻ്റെ ഫോട്ടോയാണ് അതിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ പേജ് കൂടി ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ഉഴുന്നുപരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉഴുന്നുപരിപ്പിൻ്റെ നിറം ഒന്ന് മാറണം. അതായത് ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ജീരകം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാള, അതേപോലെ പച്ചമുളക്, വെളുത്തുള്ളി, ഇത് 3ഉം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് വഴറ്റിയെടുക്കാം. കറിവേപ്പില പൊടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത് ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻ്റ് ഇല്ലെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. ബാക്കിയുള്ളത് കൊണ്ട് നമുക്ക് ഈ പൊട്ടറ്റോ കറി ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്കിനി 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇതിൽ ചേർക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കും. നമ്മൾ വെള്ളം ജസ്റ്റ് ഒന്ന് ഊറ്റിക്കളഞ്ഞിട്ട് നമ്മൾ ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ തന്നെ കുറച്ച് വെള്ളമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും പിന്നീട് ആഡ് ചെയ്യേണ്ട. ജസ്റ്റ് ഒരു അല്പം വെള്ളം വേണമെങ്കിൽ നമ്മൾ തളിച്ചിട്ട് ഇട്ടാൽ മതിയാവും. ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കാൻ പോകുന്നത്. നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ബാലൻസ് ചേർക്കാം.
ഉപ്പിടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ ആദ്യം തന്നെ ഇട്ട് പോകരുത്. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറയ്ക്കാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യേണ്ടത്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഉപ്പെല്ലാം നന്നായിട്ട് എല്ലാ ഉരുളക്കിഴങ്ങിലും പിടിക്കത്തക്ക വിധത്തിൽ നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഞാനൊരല്പം വെള്ളം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. വെള്ളം എന്ന് പറയുന്ന ഒരു നുള്ളു വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് തളിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിന് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനൊരല്പം ഉപ്പ് ഇതിൻ്റെ അതോട്ട് ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒന്നുകൂടി മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡിയായിട്ടുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലക്കറി റെഡിയായിട്ടുണ്ട്. കറക്റ്റ് വേവൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് കൂടുതൽ വേവ് വേണം, നന്നായിട്ട് വെന്ത് പോകണമെന്നുണ്ടെങ്കിൽ 1-2 മിനിറ്റ് കൂടി അടപ്പത്ത് വെച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്യാണ്. എനിക്ക് ഒത്തിരി വെന്ത് പോകുന്നത് ഇഷ്ടമല്ല. അത് ഈ ഒരു പരുവത്തിനാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ കഴിച്ചു നോക്കി, വേവെല്ലാം കറക്റ്റാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ പൊട്ടറ്റോ മസാലക്കറി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറയുക. ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു ഈസി റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.